ആ വീട്ടിൽ പിറന്നാളോ കൊടിയേറ്റോ പൂരോ അങ്ങനെ പലതും നടന്നിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് ആരെങ്കിലും പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ, ആരെങ്കിലും അവിടെ കാല് കുത്തിയെന്ന് ഞാൻ അറിഞ്ഞ എല്ലാത്തിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി ചട്ടയും കലവും കിടക്കൊക്കെ എടുത്ത് പുറത്തിട്ട് ആ ഔട്ട് ഹൗസ് ഞാൻ താഴിട്ട് പൂട്ടും. സമയം ഒരുപാടായി. ഇവന് കുടിക്കാൻ പാലെടുത്ത് കൊടുക്കാൻ ആ വേലക്കാരിയോട് പറ. ചെല്ല. ശരി അമ്മ. മോനെ, നീയും പാല് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പോ. കഷ്ടം. ആയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന മനുഷ്യന് ഇന്ന് ആ മനുഷ്യനൊരു മോശ സമയം വന്നപ്പോ പിറന്നാളായിട്ട് കൂടി ഒന്നും ചെയ്യാനാവില്ലെന്ന് ഓർക്കുമ്പോ അപ്പൊ രാജുവാണ് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തതല്ലേ? ഐ എം സോറി വർമ്മ സാറേ. ഉടനെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പഴയതുപോലെ നമ്മൾ ഒന്നിച്ച് വർമ്മ സാറിന്റെ പിറന്നാൾ ആഘോഷിക്കാം. ഇവളിത് ആരെയാ നോക്കുന്നേ? ഓഹോ, അപ്പൊ ഇതൊക്കെ ഇവന്റെ സെറ്റപ്പ് ആയിരുന്നല്ലേ? ശരിയാക്കി തരാം. പ്രതാപ, എന്താ ചേച്ചി? എനിക്ക് ഒരു സംശയം. എന്താ? ഈ വന്നിരിക്കുന്നവരെയൊക്കെ രാജു പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ പേര് പറഞ്ഞ് എന്തിനാ ചേച്ചി ഈ ഒരു സന്തോഷം ഇല്ലാതാക്കുന്നേ? അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നിന്നെ ഇംപ്രസ് ചെയ്യാൻ, നിന്റെ മുന്നില് നല്ല പിള്ള ചമയാൻ. അല്ലാതെന്തിനാ? ഈ അംബിക മേഡം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മുടങ്ങിക്കിടന്ന എന്റെ വീടിന്റെ ലോൺ പേപ്പർ ശരിയാക്കി തന്നത് സാറാ. ദേ, ഈ നിൽക്കുന്ന സുധീഷിന്റെ കൃഷിഭൂമിയുടെ കാര്യങ്ങൾ ശരിയാക്കി കൊടുത്തത് സാറാ. സാറിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അത് പോട്ടെ, ചേച്ചി അറിയാതെ പറഞ്ഞു പോയതാ. അതെ, ചേച്ചി പറഞ്ഞതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതൊന്നും വേണ്ട സാറേ, സാറിന് സന്തോഷമായല്ലോ, ഞങ്ങൾക്കത് മതി. വാ, എന്നാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Happy birthday.